എന്തിടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലൂക്ക 13:4 പറയുന്നത്. സീലോഹായിലെ ഗോപുരം. ലൂക്ക 13:6 പ്രകാരം ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത് എന്താണ്? അത്തിവൃക്ഷം. 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു. ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? ആര് ആരോട് പറഞ്ഞു? യജമാനൻ കൃഷിക്കാരനോട്. ഈശോ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ച്? സിനഗോഗിൽ വെച്ച്. യേശു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിന് കോപിച്ചതാര്? സിനഗോഗ് അധികാരി. അതൊരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് എന്ന് ഈശോ ഉപമിച്ചത് എന്തിനെയാണ്? ദൈവരാജ്യം. ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കോളം ചേർത്ത് വെച്ച പൊളിപ്പ് പോലെയാണത്. എന്ത്? ദൈവരാജ്യം. അബ്രഹാവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് ഈശോ പറഞ്ഞത്? വിലപിക്കുകയും പല്ലെറുമുകയും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ആര് വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്? ജനങ്ങൾ. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. അധ്യായം വാക്യം എഴുതുക. ലൂക്ക 13:30. ലൂക്ക 13:31 പ്രകാരം ആര് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്നാണ് ഫരിസേയർ ഈശോയോട് പറഞ്ഞത്? ഹെറോദോസ്. എവിടെ വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല എന്നാണ് ഈശോ ഫരിസേയരോട് പറഞ്ഞത്? ജെറുസലേമിന് പുറത്ത്. ലൂക്ക 13:32 കുറുക്കൻ എന്ന് പരാമർശിക്കപ്പെടുന്നത് ആരാണ്? ഹെറോദോസ്. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ ഡാഷ് ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. നിന്റെ സന്താനങ്ങളെ. എന്നുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് നിങ്ങൾ പറയുന്നതുവരെ. എത്രാമത്തെ ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എന്നാണ് ഈശോ പറഞ്ഞത്? 3-ാം ദിവസം. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ എങ്ങോട്ടാണ് യാത്ര ചെയ്തിരുന്നത്? ജെറുസലേമിലേക്ക്. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ഡാഷ് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അനീതി പ്രവർത്തിക്കുന്ന. ആര് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമെന്നാണ് ഈശോ പറഞ്ഞത്? അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. ദൈവരാജ്യം ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് വളർന്നു മരമാകുമ്പോൾ ആരതിൻ്റെ ശാഖകളിൽ ചേക്കേറുമെന്നാണ് വചനത്തിൽ പറയുന്നത്? ആകാശത്തിലെ പക്ഷികൾ. എത്ര വർഷമാണ് കൂനുള്ള സ്ത്രീയെ സാത്താൻ ബന്ധിച്ചിട്ടിരുന്നത്? 18 വർഷം. യേശു കൂനുള്ള സ്ത്രീയെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞതെന്ത്? സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? പീലാത്തോസ്. ആരെഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുമെന്നാണ് ഈശോ പറയുന്നത്? വീട്ടുടമസ്ഥൻ. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. ഡാഷ് പാടില്ല. സാബത്ത് ദിവസം. വിശുദ്ധ ലൂക്ക 14-ാം അധ്യായം പ്രകാരം യേശു മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ച്? ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ വെച്ച്. സാബത്തിൽ തൻ്റെ എന്ത് കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചത്? പുത്രനോ കാളയോ? എന്ത് കണ്ടപ്പോഴാണ് യേശു അതിഥിയുടെയും ആതിഥേയൻ്റെയും ഉപമ അവരോട് പറഞ്ഞത്?
ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ പോയി ഇരിക്കണമെന്നാണ് വിശുദ്ധ ലൂക്ക 14:10 പറയുന്നത്. അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ ആരുടെ മുൻപാകെ നിനക്ക് മഹത്വം ഉണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്? നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. കാരണമെന്ത്? അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലം ആവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ എങ്ങനെയുള്ളവരെ ക്ഷണിക്കണമെന്നാണ് വിശുദ്ധ ലൂക്ക 14:13 പറയുന്നത്. ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നിനക്ക് പ്രതിഫലം ലഭിക്കും. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും എന്താണ് ചെയ്തത്? അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങി. വിശുദ്ധ ലൂക്ക 14-ാം അധ്യായത്തിൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ചപ്പോൾ അവർ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞതെന്ത്? ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഗൃഹനാഥൻ കോപിച്ച ദാസനോട് എവിടെയുള്ളവരെ ചെന്ന് വിരുന്നിന് ക്ഷണിക്കാനാണ് പറഞ്ഞത്? പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും. എന്തുപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത്. തനിക്കുള്ളതെല്ലാം. മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. എന്ത്? ഉറകിട്ടുപോയ ഉപ്പ്. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എന്തായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ശിഷ്യനായിരിക്കുവാൻ. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വജീവനെ.